ആന്ധ്രയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മരേഡുമില്ലി വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. 24 മണിക്കൂറിനിടെ മരേഡുമില്ലി വനമേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി അഖില CP ആണ് ചേരുന്നത്. അഖിലയിലേക്കാണ്. അഖില, സ്ഥിരമായി മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണോ? എന്താണ് ഇക്കാര്യത്തിൽ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്? ഈ 2 ദിവസമായി ഇപ്പോൾ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു മാവോയിസ്റ്റ് വേട്ടയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലെയും സമാനമായ രീതിയിൽ മാവോയിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു, ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഏറ്റുമുട്ടലിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഈ പ്രമുഖ നേതാക്കളടക്കം ഈ സംഘടനയുടെ പ്രമുഖ പദവി വഹിക്കുന്ന പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. ഇന്നലെ പ്രധാനപ്പെട്ട ഈ കുപ്രസിദ്ധ മാവോയിസ്റ്റ് കമാൻഡറായിട്ടുള്ള മധുവി ഹിദ്മെ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ നീണ്ട ഈ 2010-ലെയും 2013-ലെയും ഒക്കെ നിരവധി അപകടങ്ങൾ ഈ CRPF ഈ ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട പല ആക്രമണങ്ങളും ആസൂത്രണം ചെയ്ത ഒരാളായിരുന്നു മധുവി ഹിദ്മ. മധുവി ഹിദ്മയാണ് ഇന്നലെ വധിച്ചത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വേട്ടകൾ, ഈ മാവോയിസ്റ്റിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ കൊല്ലം മാത്രം 270-ലധികം മാവോയിസ്റ്റ് നേതാക്കളെയാണ് സേന വധിച്ചത്. മാത്രമല്ല 1000-ലധികം മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങുകയും ചെയ്തു. 1000-ലധികം ആളുകളെ അഖില, ആന്ധ്രയിലാണ് ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലായിരുന്നു ഉണ്ടായത്. ഇനി